എന്താ ഇത്? അപ്പടി നനഞ്ഞല്ലോ. എന്താ ശ്രീദേവി കാണിക്കുന്നേ? ഞാനിപ്പോ കുളിക്കണില്ല. ഞാൻ ദാ ആ മുലയിൽ ഒളിക്കാൻ പോവാ. ലക്ഷ്മി ഒന്ന് ചോദിച്ചാ കാണിച്ചു കൊടുക്കരുത് കേട്ടോ. കാണിച്ചു കൊടുത്താ മുത്തശ്ശനോട് പറഞ്ഞ് നല്ല തല്ലു വാങ്ങിത്തരും. വേളി കഴിഞ്ഞ ദിവസത്തെ പ്രസരിപ്പൊന്നും ശ്രീദേവിക്ക് ഇപ്പൊ ഇല്ലാലോ. എന്ത് പറ്റി? പിന്നെ ആഗ്രഹങ്ങളൊന്നും സാധിക്കണില്ല എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. കുട്ടി വിഷമിക്കണ്ട, ഞാനില്ല ഇവിടെ. അങ്ങോട്ട് മാറാ. ആയ് സുധർമ്മ, മിണ്ടരുത്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഞാൻ കണ്ട പാഷാണ് തന്ന് കൊല്ലും നിങ്ങളെ ഞാൻ ലക്ഷ്മി പോ. അതാ ഇതിലേ ശ്രീദേവി, മോളെ ശ്രീദേവി. എന്താ അമ്മേ? മോള് കരയായിരുന്നോ? ഏയ്, ഞാൻ എന്തിനാ കരയുന്നേ? ഇല്ല, മോള് കരഞ്ഞത് തന്നെയാ. അല്ലെങ്കിൽ എന്തിനാ കണ്ണ് കലങ്ങിയിരിക്കണേ? ഏയ്, ഒന്നുമില്ലമ്മേ, വെറുതെ തോന്നിയതാവും. മോളെ, മോള് ഞങ്ങളെ ശപിക്കരുത്. മാറും, അവന്റെ ഈ കുട്ടികളെയൊക്കെ മാറും. മോള് കുറച്ച് ദിവസം കൂടി ക്ഷമിക്കും. പരമന്ത്രവിഭേദിനി മൂർത്താമൂർത്താ നിത്യതപ്തമുനിമാനസഹം രാമണീ വീരമാതാവയൽപസു മുകുന്ദ മുക്തിനിലയാ മൂലവിഗ്രഹരൂപിണി ഭവരോഗഗ്നി ഭവചക്ര പ്രവർത്തിനി. നമ്മൾ ചെയ്തത് വലിയ ചതിയായി പോയി അച്ഛ. ഈശ്വരൻ പോലും പൊറുക്കൊന്നും തോന്നണില്ല. ഇനിയിപ്പോ എന്താ ചെയ്യ? വേളി കഴിച്ചാലെങ്കിലും അവന്റെ സ്വഭാവം മാറുന്നു കരുതി. അല്ല, അങ്ങനെ മാറിയിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാ നോം ഇങ്ങനെയൊരു തീരുമാനത്തിന് മുതിർന്നത് തന്നെ. മാറില്ല എന്ന് ഇപ്പോഴും തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷേ അതിനവളും കൂടി ഒന്ന് നിരീക്ഷിക്കണ്ടേ? ആ കുട്ടിയെ എങ്ങനെയാ കുറ്റപ്പെടുത്തുക? മുന്നും പിന്നും നോക്കാതെ ഉണ്ണിയുടെ വേളിയായില്ലേ അവള്. അത് തന്നെ പുണ്യം. വയ്യ, അവളുടെ മുഖം കാണുമ്പോ സഹിക്കാൻ പറ്റണില്ല. ദേ വരണുണ്ട് അവൻ. അച്ഛൻ അവനെ ഒന്ന് ഉപദേശിക്കണം. രാവും പകലും ഇല്ലാത്ത ഈ കുട്ടികളെ ഒന്ന് നിർത്തണമെന്ന് അച്ഛൻ അവനെ ഒന്ന് ശാസിക്കണം. അമ്മേ, ഉണ്ണിക്ക് വിശക്കുന്നു. തിന്നാൻ എന്തെങ്കിലും താ. അവിടെ നിൽക്ക. എവിടെയായിരുന്നു നീ ഇത്ര നേരം? പാടത്ത് നിറയെ മിന്നാമിനുങ്ങ്. മിന്നോമിനുങ്ങ്. ഞാനും കിച്ചും കൂടി അത് പിടിക്കാൻ പോയത്. എനിക്കാ കൂടുതലും കിട്ടിയേ. ദാ നോക്കിയേ, ഇത് ഞാൻ ശ്രീദേവിക്ക് സമ്മാനായി കൊണ്ടുവന്നതാ. ഉണ്ണി, നിന്റെ ഈ കളിയും വിളയാട്ടൊക്കെ നിർത്തുക. കിച്ചുവിന്റെയും ലച്ചുവിന്റെ ഒന്നും പ്രായമല്ല നിനക്ക്. മുതിർന്ന ആളാ നീ, വേളി കഴിഞ്ഞ പുരുഷൻ. അകത്തൊരു പെണ്ണുണ്ട്, നിന്റെ ഭാര്യ ശ്രീദേവി. അവളിപ്പോ സദാ നേരവും വിഷമിച്ചുകൊണ്ടിരിക്കുക നിന്റെ ഈ സ്വഭാവം കാരണം. അവളെ നീ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത്. മോനെ, നീയല്ലാതെ ആരാ ശ്രീദേവിക്കുള്ളത്? അവള് നിന്നോട് പിണങ്ങിയിരിക്കുക. പാവമല്ലേ ശ്രീദേവി? മോൻ എപ്പോഴും ശ്രീദേവിയുടെ ഒപ്പം തന്നെ ഉണ്ടാവണം. മോനല്ലേ അവളെ സ്നേഹിക്കേണ്ടത്. ചെന്ന് അവളെ ആശ്വസിപ്പിക്ക്. ശ്രീദേവി, ശ്രീദേവി. ആ, ഉണ്ണിയേട്ടൻ എത്തിയോ? കുട്ടിയനോട് പിണക്ക? ഞാൻ എന്തിനാ ഉണ്ണിയേട്ടനോട് പിണങ്ങുന്നേ? അമ്മ പറഞ്ഞല്ലോ,
കുട്ടി എന്നോട് പെണങ്ങല്ലേ കേട്ടോ. ശ്രീദേവി കരയാ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ കരയുന്നേ? അയ്യോ ശ്രീദേവി കരയല്ലേ. ശ്രീദേവി കരയുന്നുണ്ട്, അമ്മ എന്നെ വഴക്ക് പറയും. കരയല്ലേ ശ്രീദേവി, ശ്രീദേവി കരയല്ലേ, ശ്രീദേവി കരയല്ലേ. ദേ കണ്ടോ, ഇത് ഞാൻ ശ്രീദേവിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. കരയല്ലേ ശ്രീദേവി, ഇതെല്ലാം ശ്രീദേവിക്കുള്ളതാ. അയ്യോ അയ്യോ മിന്നാമിനുങ്ങ് വന്ന് പിടിക്ക് ശ്രീദേവി, ഒന്ന് പിടിക്ക് മിന്നാമിനുങ്ങ്. അയ്യോ അയ്യോ എന്താ കുഞ്ഞെ? ഒന്നുമില്ല, ഞാനെന്തോ നാം ഇന്നലെ സൂചിപ്പിച്ച കാര്യത്തിനോട് എന്താ ശ്രീദേവിയുടെ അഭിപ്രായം? എന്ത് കാര്യം? അപ്പൊ ശ്രീദേവിക്ക് ഇന്നലെ ഒന്നും മനസ്സിലായില്ല? എനിക്കറിയാ ഉണ്ണിയെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന്. ശ്രീദേവി, ഈ കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല ഉണ്ണി. ഇതൊക്കെ അവന് കിട്ടിയ ശിക്ഷയാ. എല്ലാരും ചേർന്ന് ശ്രീദേവിയെ ചതിച്ചതാ. ഉണ്ണിയുടെ പഴയ കഥകളെ കുറിച്ചൊന്നും ശ്രീദേവിക്ക് അറിയില്ലല്ലോ. ശ്രീദേവി അതറിയണം. അറിഞ്ഞാൽ കുട്ടി അവനെ വെറുക്കും. ജന്മനാ ബുദ്ധിവൈകല്യം സംഭവിച്ച ഒരാളല്ല ഉണ്ണി. പിന്നെ ധൂമകേതു വരണു. എന്നെ നിന്നെ ഇങ്ങനെ കണ്ടാൽ ഇവിടെ ഭൂകമ്പം നടക്കും. ഞാൻ ഇപ്പൊ പോവാ, പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാം. ഉണ്ണിയുടെ പഴയ കഥകളെ കുറിച്ചൊന്നും ശ്രീദേവിക്ക് അറിയില്ലല്ലോ. ശ്രീദേവി അതറിയണം. അറിഞ്ഞാൽ കുട്ടി അവനെ വെറുക്കും. ജന്മനാ ബുദ്ധിവൈകല്യം സംഭവിച്ച ഒരാളല്ല ഉണ്ണി. അല്ല, രാജകുമാരി ഇവിടെ പകൽക്കിനാ വേണ്ടി നിക്ക. വേഗം പോയി പാൽക്കഞ്ഞി തയ്യാറാക്ക്. മുത്തച്ഛൻ ഇപ്പൊ പൂജാമുറിന്ന് ഇറങ്ങും. തിരുമേനി എങ്ങോട്ടാണാവോ? രാമനായരെ കടയിലേക്ക് പോവാ. ഓ. വരുന്നോ? ഇല്ല, കുഞ്ഞ് വെക്കോ. കണാറിന്റെ പണി തീർന്നിട്ടല്ലോ കുഞ്ഞ്, വെക്കോ. ടാറ്റാ. ഓ പിന്നെ തിരുമേനി പോയോ? കണാര, കണാര, കുഞ്ഞു പോയില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാ കണാരൻ സത്യം പറയോ? ഉണ്ണിയേട്ടൻ എന്താ സംഭവിച്ചത്? ജന്മനാ ബുദ്ധിവൈകല്യം സംഭവിച്ച ഒരാളല്ല ഉണ്ണിയേട്ടനെന്ന് ഏട്ടൻ നമ്പൂതിരി എന്നോട് പറഞ്ഞു. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് സുധർമ്മേട്ടത്തി വന്നു. ഇനി എനിക്കത് ചോദിക്കാനാവില്ല. വസുദേവേട്ടനോട് മാത്രമല്ല, തറവാട്ടിലുള്ള ആരോടും. അതെല്ലാം ചോദിച്ച് തറവാട്ടിലുള്ളവരെ വിഷമിപ്പിക്കാനും ഞാനില്ല. കണാരൻ എന്നെ വിശ്വസിക്കാം. എനിക്കും വിശ്വാസമാണ്. അതുകൊണ്ടാ ചോദിക്കുന്നത്. പറയൂ, ഉണ്ണിയേട്ടൻ എങ്ങനെ ഈ അവസ്ഥയിലെത്തിയത്?
എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചോളാം. സത്യം ഞാൻ അറിഞ്ഞെന്ന് കരുതി ഒരബദ്ധം കണാറിനുണ്ടാവില്ല. ഒരു ഭാര്യയുടെ അവകാശമല്ലേ അവളുടെ ഭർത്താവിനെ കുറിച്ച് അറിയേണ്ടത്. ഞാൻ പറയാം കുഞ്ഞ്. ഏതാണ്ട് നീ എന്താ ഈ കാണിക്കണേ? എന്താ എന്റെ കയ്യില്? പൈസയാ? ആ കാശൊക്കെ തരാ? ഇല്ല, ഞാൻ തരില്ല. ഈ കാശ് എനിക്ക് വേണം. എനിക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുള്ളതാ. എന്തിനാ നിനക്കിപ്പോ കാശ്? കള്ളു കുടിക്കാനല്ലേ? ഇതേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഇതുകൊണ്ട് വേണ്ട എന്നെ കൂട്ടാട്ടം. എന്താ ഇവിടെ എന്താ അച്ഛാ? ഭഗീരഥി, നിരീക്ഷിച്ചത് പോലൊന്നല്ല, ഇയാളിപ്പോ മോഷണം തുടങ്ങിയിരിക്കണു. എന്റെ അറയെ കയറി കാശ് കട്ടെടുത്തു. അങ്ങോട്ട് മാറി നിൽക്കാം. മോനെ ഉണ്ണി, മാറടോ. നീ ഒരൊറ്റ ആള് കാരണ ഇവൻ ഇങ്ങനെയൊക്കെ ആയത്. കൊഞ്ചിച്ച് നാടിനും വീടിനും കൊള്ളരുതാക്കി. ഇല്ലത്തിന്റെ മാനം കെടുക്കാൻ പിറന്ന സന്തതി. ആരാത്? എന്താ കുഞ്ഞെ? എന്താ ഈ സമയത്ത്? ആ വാതില് കുറ്റിയിട് കണാര. കുഞ്ഞെ, വാതില് കുറ്റിയിടാൻ. എന്താ കുഞ്ഞെ? കുഞ്ഞ് എന്തൊക്കെയായി കാണിക്കുന്നത്? എനിക്ക് പകരം വീട്ടണം. എന്നെ ചതിച്ചവരോട് എനിക്ക് മധുരമായി പ്രതികാരം ചെയ്യണം. കണാരൻ പേടിക്കണ്ട. ഈ കളപ്പുരിക്കുള്ളിൽ നടക്കുന്നത് ഞാനും കണാരനും മാത്രമേ അറിയൂ.
തൊടലും തീണ്ടലും ഞാൻ മറക്കുക. ഈ രാത്രി കണാരൻ എനിക്ക് ബാല്യക്കാരനല്ല. എനിക്ക് വേണം കണാരന്റെ ചോരയിൽ ഒരു കുഞ്ഞ്. കുഞ്ഞെ, എന്തൊക്കെയായി പറയുന്നത്? സത്യം, ശരീരത്തിന്റെ ദാഹം അകറ്റാനുള്ള ആവേശം കൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ചതിച്ചവരോട് എനിക്ക് പക തീർക്കാൻ ഈ മാർഗം മാത്രമേ ഉള്ളൂ. അവരറിയില്ല, ആരും അറിയില്ല. പക്ഷെ എനിക്കിന്ന് മനസ്സുകൊണ്ട് ആശ്വസിക്കാം, എന്നെ വഞ്ചിച്ചവരോട് ഞാൻ പകരം വീട്ടിയെന്ന്. അരുതെന്ന് പറയരുത് കണാര. ശ്രീദേവി, 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 അറിഞ്ഞില്ലല്ലോ. ശ്രീദേവി എവിടെ? ശ്രീദേവി, 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 വാതില് തുറക്ക്. ശ്രീദേവി, തുറക്ക്. ശ്രീദേവി, ശ്രീദേവി, വാതില് തുറക്ക്. ശ്രീദേവി, ശ്രീദേവി, തുറക്ക്. ശ്രീദേവി, ശ്രീദേവി, വാതില് തുറക്ക്. ശ്രീദേവിനോട് ക്ഷമിക്ക് ശ്രീദേവി. എന്നോട് പിണങ്ങി എന്തിനാ ശ്രീദേവി കളപ്പുര വന്ന് കിടക്കുന്നേ? വാ ശ്രീദേവി, എനിക്കൊരു പിണക്കവും ഇല്ല. വാ വാ ശ്രീദേവി. ദേ, വന്നില്ലേ ഞാൻ അമ്മേനെയും മുത്തശ്ശനെയും വിളിച്ചു കൂട്ടു. വാ വാ ശ്രീദേവി, വാ. പിണങ്ങല്ലോ ശ്രീദേവി. വാ വാ വാ. അഴലേ ജീവലയം മനസേ, അഴലേ ജീവലയം.
രാഗനിഗൂഢം ഹൃദയനയനഭര രാഗനിഗൂഢം അധരഭാവ സരസീരുഹശോണം അധരഭാവ സരസീരുഹശോണം മഴലേ ജീവലയം. രാമൻ നായരെ രാവിലെ വാർത്ത കണ്ടായിരുന്നോ? ഇല്ല, ഒന്നും നോക്കാനുള്ള നേരം കിട്ടിയില്ല. നമ്മുടെ SI ഉദ്ദണ്ഡനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തെന്ന്. അതെന്തിന്? ആ അഴിമതിയും കൈക്കൂലിയും. ഓ ഭഗവാനേ, അയാൾക്ക് ഇത് തന്നെ വരണം. എന്റെ എന്തുമാത്രം ദോശയും വടയും ചായക്ക അയാൾ കാശ് തരാത്തുനിന്ന് കുമ്പേ മെറിപ്പിച്ച് പോയത്. ഇതിൽ വേറൊരു രസമുണ്ട് രാമൻ നായരെ. ആ. നമ്മൾ അഴിമതി വീരൻ അഴിമതി വിരുദ്ധ വാരാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. എന്തോ ചെയ്യാൻ ഓരോ കാര്യങ്ങളെ. അപ്പൊ ശരിക്കൊരു പണി കിട്ടി. രാമനായരെ, ആ, 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 ആ. രാമനായരെ, എനിക്ക് 2 വട വേണം. ഉണ്ണിയാ, എത്ര വട വേണമെങ്കിലും തരാലോ. ഇരി. ഇന്ന മതിയാ. ഉണ്ണി, നീ ഒരു അച്ഛനാവാൻ പോണെന്ന് കേട്ടല്ലോ. അപ്പൊ രാമനായരും അത് കേട്ടോ? ഈ പൊട്ടൻ എങ്ങനെയാ രാമൻ നായരെ ഇത് ഒപ്പിച്ചത്? ഇതന്നെ എല്ലാരും ചോദിക്കുന്നേ. ഞാൻ എങ്ങനെയാ രാമനായർ ഇതൊക്കെ ഒപ്പിച്ചേ? എന്ത് ചോദ്യം ഉണ്ണി നീ ചോദിക്കണത്? നീ എങ്ങനെ ഒപ്പിച്ചത് ഞാനറിയാ. അണ്ണാ മൂത്താലും മരകേറ്റം മറക്കാൻ പറ്റത്തില്ലെന്നാണല്ലോ രാമൻ നായരെ. ഇവനിങ്ങനെ പൊട്ടനാകുന്നതിന് മുമ്പ് എന്തായിരുന്നു അവന്റെ വീരസ്യം? നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ അവൻ വെറുതെ വിടുവായിരുന്നു. അഭ്യസിച്ച കല മറക്കാൻ പറ്റുമോ രാമൻ നായരെ? ഉണ്ണിയേ, മഴക്കോളാണ് കാണുന്നത്. ആ. നിന്ന് നേരം കളയാതെ ഇല്ലത്തോട്ട് ചെല്ല്. അല്ലെങ്കിൽ മഴയത്ത് നിന്നോടെ പിടിച്ചിരുത്തിയെന്ന് പറഞ്ഞോണ്ട് വലിയ തിരുമേൻ എന്നെ ശകാരിക്കും. ഇല്ല, ഞാൻ പോണില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റൂല. നല്ല കുട്ടിയല്ലേ, പറഞ്ഞാൽ യ്യോ. രാമനായരെ വിട്. ശ്ശെ, ഞാൻ മിണ്ടൂല.